ടു അവർ ചാനൽ പാഷൻ എഡ്യൂക്കേഷൻ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. ഫസ്റ്റ് എന്താണ് ഗ്രോത്ത് എന്ന് നോക്കാം. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഫിസിക്കലായിട്ടുള്ള ചേഞ്ചസിനെ നമുക്ക് ഗ്രോത്ത് എന്ന് പറയാം. ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ചേഞ്ചസ് ആയ ഹൈറ്റ്, വെയ്റ്റ് ഇതെല്ലാം തന്നെ ഗ്രോത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് റിഫേഴ്സ് ടു ദി ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കർ ഇൻ എൻ ഇൻഡിവിജ്വൽ ഓവർ ടൈം. അതായത് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ, ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ചേഞ്ചസിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് ഇൻക്രീസ് ഇൻ സൈസ്, ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് അതർ ബോഡിലി ഡൈമെൻഷൻസ്. അതായത് ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, മെഷറബിൾ ആണ്. ഈ സൈസ്, വെയ്റ്റ്, ഹൈറ്റ് ഇതുപോലുള്ള ബോഡിയിലെ ഡൈമെൻഷൻസ് ആണ് ഗ്രോത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്രോത്ത് ഈസ് എക്സ്റ്റേണൽ, വിസിബിൾ ആൻഡ് മെഷറബിൾ. ഗ്രോത്ത് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ളതാണ്, വിസിബിൾ ആണ്, മെഷറബിളുമാണ്. ഇറ്റ് ഈസ് ബയോളജിക്കൽ, ജനറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് ടൈം ബൗണ്ട്. അതായത് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ചയെന്ന് പറയുന്നത് ബയോളജിക്കലായിട്ട് നടക്കുന്ന ഫിസിക്കൽ ചേഞ്ചസ് ആണ്. അതുപോലെ തന്നെ ഗ്രോത്തിന് ജനറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉണ്ടാകാറുണ്ട്. ടൈം ബൗണ്ട് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ഗ്രോത്ത് എന്ന് പറയുന്നത് ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിൽ ഒരു ലിമിറ്റ്, ടൈം ലിമിറ്റ് ഉണ്ട്. ഏർലി സ്റ്റേജസ് ഓഫ് ലൈഫിലായിരിക്കും കൂടുതലും ഗ്രോത്ത് ഉണ്ടാവുക. ഗ്രോത്തിനെ കുറിച്ച് ക്രോ അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ്: ഗ്രോത്ത് ഈസ് സ്ട്രക്ചറൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ച്. ഗ്രോത്ത് എന്ന് പറയുന്നത് സ്ട്രക്ചറലായിട്ടുള്ള, നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ഒരു ചേഞ്ചാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇത്രയാണ് ഗ്രോത്തിനെ കുറിച്ച് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി പറയുന്നത് ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ്. ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വ്യക്തിവികാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. അത് സ്കിൽസ് ആവാം, ആ വ്യക്തിയുടെ അബിലിറ്റീസ്, അതായത് കഴിവുകളാവാം, അല്ലെങ്കിൽ അവരുടെ ബിഹേവിയർ, സ്വഭാവങ്ങളാവാം. ഇതെല്ലാം ഡെവലപ്മെൻറ്റിലാണ് ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഡെവലപ്മെൻറ്റ് റിഫേഴ്സ് ടു ദി പ്രോഗ്രസീവ് ചേഞ്ചസ് ഇൻ സ്കിൽസ്, അബിലിറ്റീസ് ആൻഡ് ബിഹേവിയർ അക്രോസ് ദി ലൈഫ് സ്പാൻ. അതായത് ഒരു വ്യക്തിയുടെ ജീവിത കാലയളവിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് നടക്കുന്ന ആ ചേഞ്ചസ്, സ്കിൽസിൽ, അബിലിറ്റീസിൽ, ബിഹേവിയറിൽ നടക്കുന്ന ആ ഒരു ചേഞ്ചസിനെയാണ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വ്യക്തിവികാസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് ചേഞ്ച് ഇൻവോൾവിങ് മെൻ്റൽ, ഇമോഷണൽ, കൊഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് മെഷർ ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന ഒന്നല്ല, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ചേഞ്ചാണ്. ഡെവലപ്മെൻറ്റിൽ ഇൻവോൾവ് ആവുന്നത് മെൻ്റൽ ചേഞ്ച് ആവാം, ഇമോഷണൽ ചേഞ്ച് ആവാം, കൊഗ്നിറ്റീവ് ചേഞ്ച് ആവാം, പിന്നെ സോഷ്യൽ ചേഞ്ചും ആവാം. ഡെവലപ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ലൈഫ് ലോങ് ഫ്രം കോൺസെപ്ഷൻ ടു ഡെത്ത്. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ് ലോങ് പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോട്ട് ജസ്റ്റ് ഗെയിനിങ് ന്യൂ എബിലിറ്റീസ് ബട്ട് ഓൾസോ ഇംപ്രൂവിങ് ഹൗ എക്സിസ്റ്റിംഗ് എബിലിറ്റീസ് ആർ യൂസ്ഡ്. അതായത് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പുതിയ കഴിവുകൾ നേടിയെടുക്കുക എന്നതല്ല. ഒരു വ്യക്തിക്ക് ഓൾറെഡി ഉള്ള കഴിവുകളെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എബിലിറ്റീസിനെ ഇംപ്രൂവ് ചെയ്യുക, അതെല്ലാം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ജെ.ഇ. ആൻഡേഴ്സൺ അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമാണ്: ഡെവലപ്മെൻറ്റ് ഈസ് എ കോംപ്ലക്സ് പ്രോസസ് ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് മെനി സ്ട്രക്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. അതായത് ഒരുപാട് സ്ട്രക്ചേഴ്സും ഫങ്ഷൻസും എല്ലാം തന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട്, ഒത്തൊരുമിച്ചുകൊണ്ട് പോകുന്ന ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് ഗ്രോത്തിൻ്റെ പ്രിൻസിപ്പിൾസ് നോക്കാം. ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് എന്നാണ്. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന കാര്യമല്ല. ഒരു വ്യക്തിയുടെ ബർത്ത് മുതൽ ഏർലി അഡൽട്ട്ഹുഡ് വരെയൊക്കെ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സ് ചെയ്ത് പോകുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഗ്രോത്ത് ഈസ് യൂണിഫോം ഇൻ പാറ്റേൺ ബട്ട് നോട്ട് ഇൻ റേറ്റ്. അതായത് ഗ്രോത്തിൻ്റെ പാറ്റേൺ എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ റേറ്റിൻ്റെ കാര്യത്തിൽ, അതായത് ഓരോ വ്യക്തിക്ക് തമ്മിൽ ഹൈറ്റ് വ്യത്യാസം വരാം, അല്ലെങ്കിൽ ഹൈറ്റ് വെക്കുന്ന ഏജസ് വ്യത്യാസം വരാം. അതാണ് പറയുന്നത് ഗ്രോത്ത് ഈസ് യൂണിഫോം ഇൻ പാറ്റേൺ ബട്ട് നോട്ട് ഇൻ റേറ്റ്. ഗ്രോത്ത് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോ, സെഫാലോകോഡൽ പ്രിൻസിപ്പിൾ. അതായത് ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡിൽ നിന്നും ഫീറ്റിലേക്കായിരിക്കും. അതായത് കുഞ്ഞു ബേബീസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ, ഇൻഫാൻസിനെയൊക്കെ നോക്കുകയാണെങ്കിൽ അവർ ഫസ്റ്റ് ഹെഡായിരിക്കും കൺട്രോൾ ചെയ്യുക. അതിന് ശേഷം മാത്രമേ അപ്പർ ബോഡി, പിന്നെ ഫീറ്റിലേക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് അവർ ഹെഡ് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ അവർ നടക്കുകയുള്ളൂ. അതാണ് ഹെഡ് ടു ഫീറ്റ്. ഗ്രോത്ത് പ്രൊസീഡ്സ് ഫ്രം ദി സെൻറ്റർ ടു ദി എക്സ്ട്രിമിറ്റീസ്, പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. അതായത് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്റർ പാർട്ടിൽ നിന്നും മറ്റ് ബോഡി പാർട്ടിലേക്കായിരിക്കും. അതായത് ഒരു വ്യക്തിയുടെ ആംസ് കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ ഫിംഗേഴ്സ് കൺട്രോൾ ചെയ്യാറുള്ളൂ. അതാണ് സെൻറ്റർ ടു എക്സ്ട്രിമിറ്റീസ്, പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. അടുത്ത് പറയുന്നത് ഗ്രോത്ത് ഈസ് മെഷറബിൾ. ഗ്രോത്ത് എന്ന് പറയുന്നത് മെഷറബിൾ ആണ്. കാരണം സൈസൊക്കെ നമുക്ക് സൈസ്, വെയിറ്റ്, ഹൈറ്റ് ഇതെല്ലാം മെഷറബിൾ ആണ്.
ഗ്രോത്ത് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്. അതായത് ചില വ്യക്തികൾ ഹൈറ്റ് കൂടിയവരായിരിക്കും, ചില വ്യക്തികൾ ഷോർട്ടായിരിക്കും. അത് അവരുടെ ഗ്രോത്ത് ഇൻഫ്ലുവൻസ് ആകുന്നത് ഹെറിഡിറ്റിയാണ്. അതായത് ആ വ്യക്തികളുടെ ഓരോ ജനറ്റിക് ഫാക്ടേഴ്സ് ഈ ഗ്രോത്തിൽ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റ്, അതായത് ഹെൽത്ത്, ക്ലൈമറ്റ്, ഇമോഷണൽ വെൽബീയിങ്, ന്യൂട്രീഷൻ, ഇതുപോലുള്ള എൻവിറോൺമെൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സും ഗ്രോത്തിന് ഇൻഫ്ലുവൻസ് ആകാറുണ്ട്. ഗ്രോത്ത് ഹാസ് ലിമിറ്റ്സ്, അതായത് ഗ്രോത്തിന് വളർച്ചയ്ക്ക് ടൈം ലിമിറ്റ് ഉണ്ട്. അതായത് ഒരു വ്യക്തി ബർത്ത് മുതൽ ഏർലി അഡൽട്ട്ഹുഡ് വരെയായിരിക്കും ഒരു വ്യക്തിക്ക് വളർച്ച ഉണ്ടാവുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഗ്രോത്ത് ഈസ് പ്രെഡിക്റ്റബിൾ. അതായത് ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നെന്നാണ് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ഏജിലായിരിക്കും ഒരു കുട്ടിക്ക് പല്ല് വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് ഗ്രോത്ത് ഈസ് പ്രെഡിക്റ്റബിൾ ആണെന്ന് പറയാം. ഇനി പറയുന്നത് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ആകുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഡെത്ത് വരെയും ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂസായി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഈസ് ഗ്രാജുവൽ. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഇൻ എ പ്രെഡിക്റ്റബിൾ പാറ്റേൺ. അതായത് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടുള്ളതും അതുപോലെ ഓർഡർ ആയിട്ടുള്ള സീക്വൻസിലായിരിക്കും പ്രോസസ്സ് ചെയ്യുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുഞ്ഞു കുട്ടികൾ ഫസ്റ്റ് ബബ്ലിംഗ് ആ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടായിരിക്കും കുട്ടി വേർഡ്സ് പറയാനായിട്ട് തുടങ്ങുന്നത്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ജനറലിൽ നിന്ന് സ്പെസിഫിക് വേസിലായിരിക്കും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആംസ് ഫുള്ളായിട്ട് നമ്മൾ ആംസ് മൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഈ ഫിംഗേഴ്സ് മൂവ് ചെയ്യാനായിട്ട് പഠിക്കുകയുള്ളൂ. അതാണ് ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം ഹെഡ് ടു ടോയ്, സെഫാലോകോഡൽ പ്രിൻസിപ്പിൾ. അത് ഡെവലപ്മെൻറ്റും പ്രൊസീഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെഡ് ടു ഫീറ്റ് ആണ്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സെൻറ്റർ ടു പെരിഫറി, പ്രോക്സിമോഡിസ്റ്റൽ പ്രിൻസിപ്പിൾ. അതായത് സെൻറ്ററിൽ നിന്നും പെരിഫറിയിലോട്ട്, ആംസിൽ നിന്നും ഫിംഗേഴ്സിലോട്ട്, ആ ഒരു പ്രോക്സിമോഡിസ്റ്റൽ പ്രിൻസിപ്പിളാണ് ഡെവലപ്മെൻറ്റിനും ഉള്ളത്. ഡെവലപ്മെൻറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ഇൻഡിവിജ്വൽ ഡിഫറൻസ്. ഡെവലപ്മെൻറ്റ് എന്തായാലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് വ്യത്യാസമായിരിക്കും, ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ഡെവലപ്മെൻറ്റ് നടക്കുക. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻ്റർ റിലേറ്റഡ്. അതായത് ഡിഫറെൻറ്റ് ഏരിയാസിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്, ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം, ഇമോഷണലി ആവാം, സോഷ്യലി ആവാം, ഇങ്ങനെ നടക്കുന്ന ഈ ഒരു ഡെവലപ്മെൻറ്റ് എല്ലാം കൂടെ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻ്റർ റിലേറ്റ് ചെയ്തുകൊണ്ടാണ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തി ഫിസിക്കലി വീക്കായിരിക്കാം, ആ വ്യക്തിക്ക് എപ്പോഴും ഫീൽ ആയിരിക്കും സോഷ്യലി ലെഫ്റ്റ് ഔട്ട് ആവും, അല്ലെങ്കിൽ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ള ആ ഒരു തിങ്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അത് ആ വ്യക്തിയെയും ഇമോഷണലിയും അത് ബാധിക്കുന്നുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻ്റർ റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഈസ് ബോത്ത് യൂണിവേഴ്സൽ ആൻഡ് യുണീക്ക്. അതായത് എല്ലാ വ്യക്തികളും യൂണിവേഴ്സൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ഡെവലപ്മെൻറ്റ് കോമൺ സ്റ്റേജസ് കടന്നു പോകുന്നവരായിരിക്കും. എന്നാൽ ചില വ്യക്തികൾക്ക് മാത്രമേ ചില കഴിവുകൾ അല്ലെങ്കിൽ ചില സ്കിൽസ് എല്ലാം സ്പെഷ്യലായിട്ടുണ്ടാവുകയുള്ളൂ. അതാണ് ഡെവലപ്മെൻറ്റ് ഈസ് ബോത്ത് യൂണിവേഴ്സൽ. എല്ലാവർക്കും യൂണിവേഴ്സലാണ്, പക്ഷേ യുണീക്കായിട്ട് ഉള്ളവരും ഉണ്ട്. ഡെവലപ്മെൻറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്. ഡെവലപ്മെൻറ്റ് നടക്കുന്നതിനും അല്ലെങ്കിൽ വ്യക്തി വികാസം നടക്കുന്നതിന് ഹെറിഡിറ്റി ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റും ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്. എൻവിറോൺമെൻറ്റിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂട്രീഷൻ, ലവ് ആൻഡ് കെയർ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഇതെല്ലാം എൻവിറോൺമെൻറ്റിൽ പറയാം. ഹെറിഡിറ്റി ആണെങ്കിൽ ജനറ്റിക് ഫാക്ടേഴ്സ്. ഓക്കെ, ഇത്രയാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്നും ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയാനുള്ളത്.